ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ ചതയം നാൾ വരെ നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് എന്ന പ്രത്യേക മുഹൂർത്തത്തിൽ തൃക്കാക്കരപ്പൻ എന്ന പേരിൽ വാമനാവതാര മൂർത്തിയെ ആരാധിക്കുകയും ബലി മഹാരാജാവിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ പിൻബലമുള്ള ആരാധനയാണ് ഓണം. ഓണവുമായി ബന്ധപ്പെട്ടതിലെല്ലാം ആരാധനയുടെ ഗന്ധമുണ്ട്. ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ്. ഒന്നോർക്കുക, ആരാധനകളുടെ കൈമാറ്റമല്ല മതമൈത്രി, സ്നേഹത്തിന്റെയും മാനുഷിക പരിഗണനയുടെയും ബോധമാണ് മതമൈത്രി. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ? എന്താണ് അതിന്റെ വിധി? നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഈ സംസാരം മുസ്ലിമീങ്ങളോടാണ്. അതായത് അള്ളാഹുവിനെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന ഇസ്ലാം മത വിശ്വാസികളോടാണ്. അല്ലാതെ കേവല മുസ്ലിം നാമധാരികളോടോ യുക്തിവാദി ലിബറലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളോടോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തോ ബ്ലോക്ക് ചെയ്തോ പോകാവുന്നതാണ്. യാതൊരു വിഷയവുമില്ല. ഒരു സ്കൂളിലെ അധ്യാപിക തൻ്റെ വിദ്യാർത്ഥികളോട് ഓണം ആഘോഷിക്കാൻ നിങ്ങൾ സ്കൂളിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വർഗീയതയും വിവാദ വിഷയവും. എന്നാൽ മറ്റൊരിടത്ത് ഒരു മുസ്ലിം സ്ത്രീ ക്ഷേത്രകുളത്തിൽ കാല് കഴുകിയപ്പോൾ അത് അശുദ്ധമായെന്നും പറഞ്ഞ് പുണ്യാഹവും പരിഹാരക്രിയകളും നടത്തുന്നത് ആർക്കും ഒരു വിഷയമല്ല, വിവാദമല്ല, വർഗീയതയല്ല. അതെന്തേലും ആവട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ സമ്പൂർണ്ണ നിയമസംഹിതയാണ്. അതെല്ലാം അനുസരിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. ഓണമാകട്ടെ ക്രിസ്മസ് ആകട്ടെ, അതെല്ലാം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളുമാണ്. അതിലൊരിക്കലും ഒരു മുസ്ലിമിന് പങ്കുചേരാൻ പാടുള്ളതല്ല, അത് തെറ്റായ കാര്യവുമാണ്. ഇനി ഇതെല്ലാം വർഗീയതയാണ്, എല്ലാ ആഘോഷങ്ങളും എല്ലാവർക്കും ആഘോഷിക്കാം, അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നവരോട് ഒരു കാര്യം: മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പങ്കുചേരുന്നതല്ല യഥാർത്ഥ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതരത്വം. മറിച്ച് അവരെ ആചാരാനുഷ്ഠാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അത് അവഹേളിക്കാതിരിക്കലും, അവരെ സ്നേഹിക്കലും, അവരെ ഇഷ്ടപ്പെടലും, അവർക്ക് വേണ്ട കാര്യങ്ങളും ഹെൽപ്പുകളും ചെയ്തു കൊടുക്കലുമാണ് യഥാർത്ഥ മതസൗഹാർദ്ദവും മതേതരത്വവും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ല യഥാർത്ഥ മതസൗഹാർദ്ദം എന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ ലിബറലിസ്റ്റ് യുക്തിവാദി കേവല മുസ്ലിം നാമധാരികൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് ഇസ്ലാം. ഇസ്ലാം മതവിശ്വാസികളോടാണ് എൻ്റെ ഈ സംസാരം. മറ്റു മതവിശ്വാസികളോടോ ജാതിക്കാരോടോ പാർട്ടിക്കാരോടോ ഒരു വെറുപ്പും ഒരു മുസ്ലിമിനും വെക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടാൻ പറ്റില്ല. ഇസ്ലാമിന്റെ അഖീദയും ഇസ്ലാമിന്റെ വിശ്വാസവും അത് മറ്റു മതങ്ങളെ പോലെയല്ല. ഈമാൻ കണിശതയുണ്ട് ഇസ്ലാമിൽ. അതുകൊണ്ട് നമ്മുടെ ഈമാനെ ബാധിക്കുന്ന ഒരു പരിപാടി നമുക്ക് പറ്റില്ല എന്ന് പറയാൻ കാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മുഅ്മിൻ, മുസ്ലിം. ഇനിയിപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർ ഞാൻ ഈ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് ആരുമില്ല. ഇത് എവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇസ്ലാം എന്ന് പുറത്താ. നമ്മൾ സെക്യുലർ ആയിരിക്കാം, നമ്മൾ അങ്ങനെ മോഡേൺ ആയിരിക്കാം, നമ്മൾ അങ്ങനെയൊക്കെ ആവാൻ പറ്റും, മുസ്ലിം ആവാൻ പറ്റൂല. മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ അഖീദയിൽ കോംപ്രമൈസ് ഇല്ല. നമ്മളായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യമില്ല. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെ കോലം കെട്ടിയാൽ അവർക്കൊക്കെ നമ്മോട് ഭയങ്കര ബഹുമാനമായിരിക്കും. നമുക്ക് തോന്നുകയാണത്. ബഹുമാനമുള്ളവർക്ക് എന്നും ബഹുമാനമുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിനോട് ശത്രുതയുള്ളവർ എന്ത് കോലം കെട്ടി കളിച്ചാലും അവരുടെ മനസ്സിന് അത് പോകൂല. ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകൾ നമ്മളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ശരീഅത്ത്.